+1 ഇംപ്രൂവ്മെന്റ് എക്സാം എന്നായിരിക്കും നടക്കുക എന്നുള്ള സംശയം പല ആളുകൾക്കും ഉണ്ട്. +1 റിസൾട്ടിന്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ജൂലൈ 15 നിങ്ങളുടെ +1 റിസൾട്ട് വരിക. അതിനുശേഷമായിരിക്കും +1 ഇംപ്രൂവ്മെന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരിക. പക്ഷേ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടത്താൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷമൊക്കെ മാർച്ചിൽ, അതായത് +2 പബ്ലിക് എക്സാമിന്റെ കൂടെയായിരുന്നു +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടായിരുന്നത്. സോ അത് കാരണം വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രഷറും ടെൻഷനും നേരിടുകയും പല വിദ്യാർത്ഥികൾക്കും വിചാരിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടത്താനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി എം ശംസുദ്ദീന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഓണം എക്സാമിന് ശേഷമായിരിക്കും ഓഗസ്റ്റിലാണ് ഓണം എക്സാം നടക്കുക. ഓണം എക്സാമിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. അതായത് കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഒക്കെ ഈ രീതിയിലായിരുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷമാണ് എന്ത് ചെയ്തത്, +1 ഇംപ്രൂവ്മെന്റ് എക്സാം +2 എക്സാമിന്റെ കൂടെ തന്നെ എന്ത് ചെയ്ത് നടത്തിയിരുന്നത്. എന്നാൽ ഇത് കുട്ടികളെ സംബന്ധിച്ച് അധിക സമ്മർദ്ദവും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്ന പരാതി വ്യാപകമായിരുന്നു. ഒരേ സമയം 1-2 വർഷത്തെ പരീക്ഷകൾക്കായി പഠിക്കുകയും ഇടവിട്ട ദിവസങ്ങളിൽ 2 പരീക്ഷകൾ മാറി മാറി എഴുതേണ്ടി വരികയും ചെയ്തപ്പോൾ പ്രകടനത്തെ ബാധിക്കുന്ന പരാതിക്ക് അനുസരിച്ചാണ് ഈ വർഷം മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ, അതായത് ഓണം എക്സാമിന് ശേഷം ഇംപ്രൂവ്മെന്റ് എക്സാം നടത്താനുള്ള ഒരു തീരുമാനം എന്നുള്ളത്. അപ്പോൾ ഇത് കൺഫേം ആയിട്ടില്ല. എന്നാൽ ഓൾമോസ്റ്റ് ഈ സമയത്ത് തന്നെയായിരിക്കും +1 ഇംപ്രൂവ്മെന്റ് എക്സാം മിക്കവാറും ഉണ്ടാവുക എന്നാണ് ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചത്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവാണെങ്കിൽ നമ്മൾ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം നിങ്ങൾ +2 നന്നായിട്ട് ഫോക്കസ് ചെയ്ത് +2 ഉഷാറായിട്ട് പഠിക്കുക. +2 നിങ്ങൾ മാക്സിമം മാർക്ക് നേടാൻ ശ്രമിക്കുക. കാരണം 3 വിഷയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം ഏതൊക്കെ സബ്ജക്ട് എഴുതുന്നത് മെജോറിറ്റി ആളുകൾ തീരുമാനിക്കുക ജൂലൈ 15 റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും. അപ്പൊ അതിന് മുന്നേയുള്ള ഈ ഒരു സമയം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി +2 അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ +2 അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എഡ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. കമന്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, സൂപ്പർ ബാച്ചിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എഡ്യൂപോർട്ടിന്റെ ബാച്ചിൽ അവൈലബിൾ ആണ്. സോ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.